നമസ്കാരം. ലോക്സഭ ഇലക്ഷൻ കഴിഞ്ഞു. ആരാണ് പുതിയ പ്രതിപക്ഷ നേതാവ് എന്നറിയുവാൻ രാജ്യം കാത്തിരിക്കുകയാണ്. കഴിഞ്ഞ തവണ 2019 ഇലക്ഷനിൽ 52 സീറ്റ് മാത്രമുണ്ടായിരുന്ന കോൺഗ്രസിന് പ്രതിപക്ഷ നേതൃസ്ഥാനം ലഭിക്കാതെ പോയതാണ്. കാരണം ആകെയുള്ള സീറ്റിൻ്റെ 10% ഉണ്ടെങ്കിൽ മാത്രമേ പ്രതിപക്ഷ നേതൃസ്ഥാനം ഒരു പാർട്ടിക്ക് ലഭിക്കുകയുള്ളൂ. എന്നാൽ 2024 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നമുക്കറിയാം കോൺഗ്രസിന് 99 സീറ്റുകളുണ്ട്. ഇന്ത്യ മുന്നണിക്ക് 243 സീറ്റും. ഉറപ്പായും ഇത്തവണ പ്രതിപക്ഷ നേതൃസ്ഥാനം കോൺഗ്രസിന് കിട്ടും എന്ന കാര്യത്തിൽ ഒരു സംശയം ആർക്കും വേണ്ട. എല്ലാ പ്രതിപക്ഷ കക്ഷികളും രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കണം എന്ന് ആവശ്യപ്പെടുമ്പോഴും കോൺഗ്രസോ രാഹുൽ ഗാന്ധിയോ ഈ ഒരു ആവശ്യത്തിന് കൃത്യമായ മറുപടി നൽകുന്നില്ല. ആചാര്യ പ്രമോദ് കിഷനെ പോലെയുള്ള ആളുകൾ പറയുന്നത് മോദി ഒരു വലിയ ആളാണ്, എന്നാൽ BJP വളരെ ചെറുതാണ്, കോൺഗ്രസ് ഒരു വലിയ പാർട്ടിയാണ്, പക്ഷേ മോദിക്ക് എതിരെ നിർത്താൻ സാധിക്കുന്ന ഒരു നേതാവ് കോൺഗ്രസിനകത്ത് ഇല്ല എന്നാണ് പറയുന്നത്. അദ്ദേഹം അതിന് പരിഹാരമായിട്ട് നിർദ്ദേശിക്കുന്ന ഒരു പേരുമുണ്ട്. ആ പേര് പ്രിയങ്ക ഗാന്ധിയുടെയാണ്. ഭാരത് ജോഡോ യാത്രയ്ക്ക് ശേഷം രാഹുൽ ഗാന്ധി കോൺഗ്രസിന് അകത്തും രാജ്യത്തും ഉണ്ടാക്കിയിട്ടുള്ള ഒരു മാറ്റം അത് ഏറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. രാഹുൽ ഗാന്ധി നടത്തിയിട്ടുള്ള ഭാരത് ജോഡോ യാത്രയുടെ ബാക്കി പത്രമാണ് ഇത്തവണത്തെ കോൺഗ്രസിന്റെ 99 സീറ്റ് എന്ന് എല്ലാവർക്കും അറിയാം. കോൺഗ്രസ് പ്രവർത്തകർക്കിടയിലും രാഷ്ട്രീയ വൃത്തങ്ങൾക്കിടയിലും ഉരുത്തിരിഞ്ഞു വരുന്ന പ്രതിപക്ഷ പാർട്ടികൾക്ക് അകത്തും ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു ആശയം എന്ത് എന്ന് വെച്ചാൽ പ്രിയങ്ക ഗാന്ധിയെ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് എത്തിക്കുകയും രാഹുൽ ഗാന്ധി കോൺഗ്രസിനെ നയിക്കുകയും ചെയ്യണം എന്നുള്ളതാണ്. പ്രിയങ്ക ഗാന്ധിയെ സംബന്ധിച്ച് ഹിന്ദി ഹൃദയഭൂമിയിൽ രാഹുൽ ഗാന്ധിയേക്കാൾ കൂടുതൽ സ്വീകാര്യത പ്രിയങ്ക ഗാന്ധിക്ക് ഉണ്ട് എന്നുള്ളതാണ് അവരെ പ്രതിപക്ഷ സ്ഥാനത്തേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നതിന് ഒരു കാരണമായിട്ട് പ്രതിപക്ഷ കക്ഷികളും കോൺഗ്രസിലെ ചില ബുദ്ധിജീവികളും ഒക്കെ പറയുന്നത്. അതിൻ്റെ മുന്നോടിയായിട്ടാണ് മത്സരത്തിന് ഇല്ല എന്ന് പറഞ്ഞ് മാറി നിന്നിരുന്ന പ്രിയങ്ക ഗാന്ധിയെ രാഹുൽ ഗാന്ധി ഒഴിയുന്ന വയനാട്ടിൽ നിന്ന് മത്സരിപ്പിച്ച് ലോക്സഭയിൽ എത്തിക്കുവാനുള്ള ശ്രമം കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി തന്നെയാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി എന്നുള്ള കാര്യം ഉറപ്പാണ്. എന്നാൽ വയനാട്ടിലെ ബൈ ഇലക്ഷൻ ഏത് സമയത്ത് പ്രഖ്യാപിക്കും എന്നുള്ളതിൽ അനിശ്ചിതത്വം നിലനിൽക്കുന്നതിനാൽ അതുവരെ ആര് പ്രതിപക്ഷ നേതാവാകും എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. ഗാന്ധി കുടുംബത്തിനും കോൺഗ്രസിനും ഏറെ സ്വീകാര്യനായിട്ടുള്ള KC വേണുഗോപാലിന്റെ പേരാണ് ഇപ്പോൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ആലപ്പുഴയിൽ നിന്ന് മികച്ച വിജയം നേടി ഇത്തവണ ലോക്സഭയിൽ എത്തിയിരിക്കുന്ന കോൺഗ്രസിന്റെ സംഘടനാ കാര്യങ്ങളുടെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വരും എന്നുള്ളതാണ് ഏറ്റവും അവസാനമായി വന്നുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ. ആചാര്യ പ്രമോദ് കിഷനെ പോലെയുള്ള ആളുകൾ പറയുന്നത് ശരിയാണ് എങ്കിൽ മോദിക്കെതിരെ ഉയർത്തി കാണിക്കാൻ പറ്റുന്ന ഒരു വലിയ നേതാവാണ് പ്രിയങ്ക ഗാന്ധി. പാർട്ടി തലത്തിൽ രാഹുൽ ഗാന്ധി അതിശക്തമായി കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുകയും ലോക്സഭയ്ക്കകത്ത് ഇന്ത്യയുടെ പ്രതിപക്ഷ ശക്തമായി പ്രിയങ്ക ഗാന്ധി വരികയും ചെയ്യുന്നതോടുകൂടി ഒരു പ്രതിപക്ഷ മുന്നേറ്റം ഇന്ത്യയിൽ ഉണ്ടാവുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും പ്രിയങ്ക ഗാന്ധിയുടെ വരവോടുകൂടി പ്രിയങ്ക ഗാന്ധി പ്രതിപക്ഷ നേതാവായി വയനാട്ടിൽ വന്ന് മത്സരിക്കണം. മത്സരിച്ച് എത്തുന്ന പ്രിയങ്ക ഗാന്ധിക്കായി കാത്തിരിക്കുന്നത് ലോക്സഭയിലെ പ്രതിപക്ഷ നേതൃസ്ഥാനമാണ്. പ്രതിപക്ഷ നേതാവായിട്ട് വരുന്ന പ്രിയങ്ക ഗാന്ധി എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഇന്ദിരാഗാന്ധിയുടെ ഒരുപാട് മാനറിസങ്ങളുള്ള രൂപഭാവങ്ങളുള്ള പ്രിയങ്ക ഗാന്ധിയെ ഹിന്ദി ഭൂമി ഏറ്റെടുക്കുകയും അവർ ദേശീയ രാഷ്ട്രീയത്തിലെ മുഖ്യ പ്രതിപക്ഷ സഖ്യത്തിന്റെ നേതാവായി ഉയർന്നു വരികയും ചെയ്യുന്നതോടുകൂടി മോദിക്കെതിരെയുള്ള ഒരു ശക്തിയായ ഒരു പ്രതിപക്ഷ നേതാവ്, ഒരു പ്രതിപക്ഷ സഖ്യത്തിന്റെ നേതാവ് എന്ന രീതിയിൽ പ്രിയങ്ക ഗാന്ധി ഉയർന്നു വരും എന്നുള്ളത് തന്നെയാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നത്. മലയാളികളായ നമുക്ക് സന്തോഷിക്കാൻ വകയുണ്ട്. കേരളത്തിൽ നിന്നും ഒരു പ്രതിപക്ഷ നേതാവ് AK ഗോപാലിന് ശേഷം കേരളത്തിൽ നിന്നും ഒരു പ്രതിപക്ഷ നേതാവായി ശ്രീ KC വേണുഗോപാൽ വരുന്നതിൽ മലയാളികൾക്ക് സന്തോഷിക്കാം. 2 കേന്ദ്രമന്ത്രിമാരോടൊപ്പം ക്യാബിനറ്റ് റാങ്കോടുകൂടി ഒരു പ്രതിപക്ഷ നേതാവിനെയും ചുരുക്കകാലത്തേക്കെങ്കിലും കിട്ടുന്നു എന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്.